പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ദ 7 ഏജസ് ഓഫ് മാൻ, വില്യം ഷേക്സ്പിയറുടെ എ മോണോലോഗ് സ്പീച്ച് ഇൻ പോയറ്റിക് ഫോം, ഈ ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം വില്യം ഷേക്സ്പിയറെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എബൌട്ട് ദി ഓഥർ. വില്യം ഷേക്സ്പിയർ was born on 23rd April 1564 and died on 23rd April 1616. He was an English playwright, poet and actor, widely regarded as one of the greatest writers of the world. 1564 ഏപ്രിൽ 23 വില്യം ഷേക്സ്പിയർ ജനിച്ചത്. അതേ ഏപ്രിൽ 23, 1616 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പ്ലേറൈറ്റ്, നാടകകൃത്ത്, പോയറ്റ്, കവി ആൻഡ് ആക്ടർ, നാടക നടൻ എല്ലാമായിരുന്നു വില്യം ഷേക്സ്പിയർ. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മഹാനായ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം എക്കാലവും പരിഗണിക്കപ്പെടുന്നത്. ഹീസ് നോൺ ആസ് ദി ബാർഡ് ഓഫ് ഏവൻ. ബാർഡ് ഓഫ് ഏവൻ, ഏവൻ നദിയുടെ കവി എന്ന അപരനാമത്തിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് 37 plays, 154 sonnets and 2 long narrative poems. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ 37 നാടകങ്ങൾ, 154 സോണറ്റ്സ്, സോണറ്റ്സ് മീൻസ് 14 ലൈൻ പോയംസ്, 14 വരികളുള്ള കവിതകൾ, അത്തരത്തിലുള്ള 154 സോണറ്റ്സ്, അതോടൊപ്പം തന്നെ 2 ലോങ് നെറേറ്റീവ് പോയംസ്, 2 മഹാകാവ്യങ്ങൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എവറി മേജർ ലിവിംഗ് ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെല്ലാം തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹാവ് ബീൻ പെർഫോംഡ് ഓൾ ഓവർ ദ വേൾഡ്. ആ നാടകങ്ങളെല്ലാം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്റ്റേജിൽ അവതരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഷേക്സ്പിയർ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചവയാണ്. എക്കാലത്തും ആ കഥാപാത്രങ്ങൾക്കും കഥയ്ക്കും പ്രസക്തിയുണ്ട് എന്നർത്ഥം. നൗ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ഈ ലെസൺ വായിക്കും മുമ്പ് നാം മനസ്സിലോർക്കേണ്ടതായ ചില കാര്യങ്ങൾ. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. നമ്മുടെയൊക്കെ ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നാം വളർന്ന് നമ്മുടെ അവസാന ഘട്ടത്തിലെത്തും മുമ്പ് ഡിഫറെൻറ്റ് റോൾസ്, ജീവിതത്തിൽ പല റോളുകളും നാം അഭിനയിക്കേണ്ടി വരും. ഡു യു അഗ്രി? ഇതിനോട് നിങ്ങൾക്കും യോജിപ്പില്ലേ? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. ഇതുവരെ നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? ഇതുവരെ നിങ്ങൾ ഏതൊക്കെ റോളിൽ അഭിനയിച്ചു കഴിഞ്ഞു? നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു കഴിഞ്ഞു? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നും ഒന്ന് ആലോചിച്ച് നോക്കുക. Let's see how Shakespeare describes the journey of life. എങ്ങനെയാണ് വില്യം ഷേക്സ്പിയർ ജീവിതയാത്രയെ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് ഈ ലെസൺ വായിച്ച് മനസ്സിലാക്കാം. Now the context of the monologue, the 7 ages of man. The 7 ages of man, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങൾ എന്നർത്ഥം വരുന്ന ഈ മോണലോഗ് സ്പീച്ചിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം. The extract, The 7 Ages of Man, is a monologue spoken by the character Jakes in William Shakespeare's comedy As You Like It. വില്യം ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന കോമഡി പ്ലേയിൽ ജെയ്ക്സ് എന്ന കഥാപാത്രം നടത്തുന്ന ഒരു മോണലോഗ് സ്പീച്ചാണ് ദ 7 ഏജസ് ഓഫ് മാൻ. ഇതാണ് ഒരു എക്സ്ട്രാക്റ്റ് ആയിട്ട് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്ലേയിൽ നിന്നും എടുത്ത ഒരു ഭാഗമായിട്ട് നമുക്കിവിടെ ലെസണായി തന്നിരിക്കുന്നത്. ഇൻ ദിസ് സീൻ ജെയ്ക്സ് ഈസ് ഷെയറിംഗ് ഹിസ് വ്യൂ ഓഫ് ലൈഫ്. നാടകത്തിൽ ഈ രംഗത്ത് ജെയ്ക്സ് എന്ന കഥാപാത്രം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു മോണലോഗ് സ്പീച്ചിലൂടെ അവതരിപ്പിക്കുകയാണ്. ഹി കമ്പയർസ് ദ വേൾഡ് ടു എ സ്റ്റേജ്. ലോകത്തെ അദ്ദേഹം നാടകം അരങ്ങേറുന്ന ഒരു സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഓൾ പീപ്പിൾ ടു ആക്ടേഴ്സ് ഹു പ്ലേ ഡിഫറെൻറ്റ് റോൾസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്. ലോകത്തിലെ സകല മനുഷ്യരെയും അവരവരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ റോൾസ് അഭിനയിക്കുന്ന ആക്ടേഴ്സായിട്ടും അദ്ദേഹം കമ്പയർ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഹിം എവറി പേഴ്സൺ പാസസ് ത്രൂ 7 ഏജസ് ഓർ 7 സ്റ്റേജസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ
വ്യക്തിയും അവരുടെ ജീവിതത്തിൽ 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻഫൻസി, കുട്ടിക്കാലം തൊട്ട്, ആൻഡ് എൻഡിങ് ഇൻ ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്, അവസാനം വാർദ്ധക്യത്തിലെത്തി മരണം പ്രാപിക്കുന്നതിന് മുമ്പ് 7 ഘട്ടങ്ങളിലൂടെ ഏതൊരു വ്യക്തിയും കടന്നു പോകണം. He expresses the idea that life is temporary and follows a set pattern for everyone. അദ്ദേഹം തൻ്റെ മോണലോഗിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മനുഷ്യജീവിതം എന്നുള്ളത് തീർത്തും ടെമ്പററി ആണ്, വളരെ നശ്വരമായിട്ടുള്ള, വളരെ ചുരുങ്ങിയ താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. മാത്രമല്ല, ആൻഡ് ഫോളോസ് എ സെറ്റ് പാറ്റേൺ ഫോർ എവ്രി വൺ, ഓരോ മനുഷ്യനും മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ള, തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘടനയുണ്ട്. ആ ഓരോ ഘടനയുമാണ് ഓരോ ഘട്ടവും. അതിലൂടെ ഓരോരുത്തരും കടന്നുപോയി ആ നശ്വരമായ ജീവിതം പൂർത്തീകരിക്കുന്നു. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. Jakes delivers this speech as part of a conversation with Duke Senior and other lords in the forest of Arden when they live in exile. As You Like It എന്ന പ്ലേയിൽ ഡ്യൂക്ക് സീനിയറും ആൻഡ് അതർ ലോർഡ്സ്, മറ്റു പ്രഭുക്കളും എല്ലാം തന്നെ ആർഡൻ ഫോറസ്റ്റ് എന്നുള്ള ഒരു വനത്തിൽ ലിവ് ഇൻ എക്സൈൽ, സ്വന്തം രാജ്യത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് അവർ വനത്തിൽ അഭയം പ്രാപിച്ച് ജീവിതം നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവർ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു. ഈ കോൺവെർസേഷനിൽ ഡ്യൂക്ക് സീനിയറും മറ്റു ലോർഡ്സും ഓഡിയൻസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ജെയ്ക്സ് തൻ്റെ ഈ മോണോലോഗ് സ്പീച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറയുന്നത്. ദ സ്പീച്ച് ഇൻ എ ഫിലോസഫിക്കൽ സംവാട്ട് ഗ്ലൂമി ടോൺ, വളരെ ഫിലോസഫിക്കലായിട്ടുള്ള, തത്വശാസ്ത്രപരമായിട്ടുള്ള ആൻഡ് ഗ്ലൂമി ടോൺ, വളരെ സീരിയസ് ആയിട്ടുള്ള, ഗൗരവത്തിലും ആൻഡ് ഗ്ലൂമി സാഡ് ടോണിലാണ് ഈ പ്രഭാഷണം അഥവാ ഈ മോണലോഗ് അവതരിപ്പിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദ ഡിഫറെൻറ്റ് ഏജസ് ഓഫ് മാൻ ലൈക്ക് എ ഡ്രാമ പെർഫോംഡ് ഓൺ സ്റ്റേജ്. സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഡ്രാമ പോലെയാണ് ജീവിതം. ആ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഓരോ മനുഷ്യനും ആക്ടറായി, നടനായി, നടിയായി കടന്നു പോകണം എന്നുള്ള ആശയം ഹൈലൈറ്റ് ചെയ്യുന്ന വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്പീച്ചാണ് ദ 7 Ages of Man. Now let's go through the lines. Life is a drama. ജീവിതം ഒരു നാടകമാണ്. ഈ മെറ്റഫർ ഫിലോസഫിയെ അടിസ്ഥാനമാക്കിയാണ് ദ 7 Ages of Man എന്ന ഈ മോണലോഗ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ് ഈസ് എ സ്റ്റേജ് ടു പെർഫോം ദ ഡ്രാമ. ജീവിതമാകുന്ന ഡ്രാമ, നാടകം അരങ്ങേറാനുള്ള സ്റ്റേജാണ് ഈ ലോകം, ഈ ഭൂമി. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഓൾ ദ മെൻ ആൻഡ് വിമൻ ആർ ദി ആക്ടേഴ്സ്. ജീവിതമാകുന്ന നാടകത്തിലെ അഭിനേതാക്കളാണ് ഈ ലോകത്തുള്ള സകല സ്ത്രീകളും പുരുഷന്മാരും. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. പീപ്പിൾ ആർ ബോൺ ആൻഡ് ഡൈ ജസ്റ്റ് ലൈക്ക് ആക്ടേഴ്സ് എൻറ്റർ ആൻഡ് എക്സിറ്റ് ദ സ്റ്റേജ്. ഒരു നാടകത്തിലേക്ക് നടീനടന്മാർ കടന്നു വരുന്നു, അവരുടെ റോൾ കഴിഞ്ഞാൽ അവർ കടന്നു പോകുന്നു എന്ന പോലെ തന്നെയാണ് ജീവിതവും. പീപ്പിൾ ആർ ബോൺ, ലോകമാകുന്ന ഈ ഭൂമിയാകുന്ന സ്റ്റേജിലേക്ക് ജനങ്ങൾ ജനനത്തിലൂടെ കടന്നു വരുന്നു. ആൻഡ് ഡൈ, അവർ മരിക്കുന്നു. അങ്ങനെ ആ സ്റ്റേജിൽ നിന്നും അവർ എക്സിറ്റ് ആകുന്നു, കടന്നു പോകുന്നു. ആൻഡ് വൺ മാൻ in his time plays many parts and one man in his lifetime acts many roles. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പല റോളുകളും അഭിനയിച്ചു തീർക്കുന്നു. His acts being 7 ages, his life's roles are divided into 7 ages. ഓരോ വ്യക്തിയുടെയും ജീവിതഘട്ടത്തെ 7 വ്യത്യസ്തമായ റോളുകളായി നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്, വിഭജിക്കാവുന്നതാണ്. At first the infant, mewling and puking in the nurse's arms. First he plays the role of a small baby or infant, crying and vomiting in the nurse's arms. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിലെ ആദ്യഘട്ടം തുടങ്ങുന്നത് ഒരു ബേബി ആയിക്കൊണ്ടാണ്, ഒരു ഇൻഫൻ്റ് ആയിക്കൊണ്ട്, പിറന്നു വീണ ഒരു കുഞ്ഞായിക്കൊണ്ട്. തന്നെ പരിചരിക്കുന്ന നഴ്സിൻ്റെയോ സെർവൻറ്റിൻ്റെയോ കയ്യിൽ കിടന്ന് ഛർദ്ദിച്ചും കരഞ്ഞുമൊക്കെ ജീവിതത്തിൻ്റെ ആദ്യ റോൾ അഭിനയിക്കാൻ തുടങ്ങുന്നു. And then the whining schoolboy with his satchel. Next he acts as a complaining schoolboy carrying his school bag. രണ്ടാമത്തെ ഘട്ടത്തിൽ അവനൊരു സ്കൂൾ വിദ്യാർത്ഥിയാകുന്നു. ഭാരമേറിയ സ്കൂൾ ബാഗും തൂക്കി
എന്നും പരാതികളും പരിഭവങ്ങളുമായി സ്കൂളിലേക്ക് താല്പര്യമില്ലാതെ നടന്നു നീങ്ങുന്ന സ്കൂൾ ബോയുടെ ഘട്ടമാണ് രണ്ടാമത്തേത്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ് ടു സ്കൂൾ. ആ സ്കൂൾ ബോയ് എന്നും രാവിലെ വളരെ ഫ്രഷ് മുഖത്തോടുകൂടി, ഷൈനിങ് മോർണിംഗ് ഫേസ്, വളരെ താല്പര്യത്തോടു കൂടി, വളരെ ഉന്മേഷവാനായിട്ടാണ് ഉറക്കമൊക്കെ ഉണരുന്നത്. എന്നാൽ വാക്ക് സ്ലോലി ലൈക്ക് എ സ്നെയിൽ, സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവന് താല്പര്യം കുറയുന്നു, അവൻ്റെ ഉന്മേഷം അപ്രത്യക്ഷമാകുന്നു. ഒരു ഒച്ചിൻ്റെ വേഗതയിലാണ് അവൻ സ്കൂളിലേക്ക് ഒട്ടും താല്പര്യമില്ലാതെ മടിയോടെ നടന്നു നീങ്ങുന്നത്. അൺവില്ലിംഗ്ലി ടു സ്കൂൾ, ഹി ഡസ് നോട്ട് ലൈക്ക് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. ഈ ഒരു ഘട്ടമാണ് രണ്ടാമത്തത്. താല്പര്യമില്ലാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ റോൾ. ഇതാണ് സെക്കൻഡ് റോൾ. ഇവിടെ മ്യൂളിംഗ് മീൻസ് ക്രൈങ്, പ്യൂക്കിംഗ് വോമിറ്റിംഗ്, വൈനിങ് കംപ്ലൈനിങ് പരാതിപ്പെടുന്ന, പരിഭവങ്ങൾ പറയുന്ന. സാച്ചൽ മീൻസ് സ്കൂൾ ബാഗ്. ക്രീപ്പിംഗ് ഹിയർ മീൻസ് വാക്കിംഗ് സ്ലോലി. And then the lover sang like furnace with a woeful ballad made to his mistress' eyebrow. Then he becomes a young lover. സ്കൂൾ ബോയ് കാലഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് അവനൊരു യുവാവായിട്ട്, അല്ലെങ്കിൽ ഒരു യങ് ലവർ, യുവ കാമുകനായി വളരുന്നു. ഹി ഓഫൻ സൈസ് ലൈക്ക് എ ഫേർണസ്, എ ഹോട്ട് ഫേർണസ്. ആ യുവ കാമുകൻ പലപ്പോഴും തൻ്റെ നിരാശ കൊണ്ടോ ആകാംക്ഷ കൊണ്ടോ ഒക്കെ ചുടുനെടുവീർപ്പിടുന്ന ഒരു കാമുകനായിരിക്കാം. ലൈക്ക് എ ഹോട്ട് ഫേർണസ്, ഫാക്ടറിയിലൊക്കെ വസ്തുക്കൾ ഉരുക്കാൻ, ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹോട്ട് അവൻ, ഒരു അടുപ്പ് അല്ലെങ്കിൽ ചൂള എന്ന് പറയുന്നതാണ് ഫേർണസ്. അതിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴും ചൂടുള്ള ആവി, വായു പുറത്തേക്ക് വരും. എന്നുപോലെ തന്നെയാണ് കാമുകന്റെ നെഞ്ച് നെരുപ്പോടാകുന്ന അവസ്ഥകൾ ഉണ്ടാകും. പലപ്പോഴും നിരാശ കൊണ്ടോ വേദന കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ ആകാംക്ഷ കൊണ്ടോ ഒക്കെ ചുടുനെടുവീർപ്പെടുന്ന ഒരു കാമുകനായിട്ട് അവൻ വളരുന്നു, അവൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുന്നു. ആ യുവ കാമുകൻ പലപ്പോഴും സിങ് സാഡ് ലവ് സോങ്സ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ഹിസ് ബിലവഡ്സ് ഐബ്രോസ്. തൻ്റെ ബിലവഡ്സ്, പ്രിയപ്പെട്ടവളുടെ, കാമുകിയുടെ മനോഹരമായ കൺപുരികങ്ങളെക്കുറിച്ചൊക്കെ ലവ് സോങ്സ് ഓർ സാഡ് ലവ് സോങ്സ്, ദുഃഖഗാനങ്ങളോ പ്രേമഗാനങ്ങളോ ഒക്കെ മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവായിട്ട്, യുവകാമുകനായിട്ട് വളരുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. Then a soldier full of strange arts and bearded like the bird. Then he becomes a soldier making bold pledges about performing brave actions. ധീരകൃത്യങ്ങൾ ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്ത, പ്രതിജ്ഞയെടുത്ത ധീരനായ ഒരു പടയാളി, ഒരു സോൾജിയറായിട്ട് പിന്നീട് അദ്ദേഹം മാറുന്നു. He grows a beard resembling that of a leopard to show his fierce and brave nature. ഒരു പുള്ളിപ്പുലിയുടെ ധീരതയും ക്രൗര്യവും ശൗര്യവും ഒക്കെ പ്രകടമാക്കുന്ന തരത്തിൽ മുഖത്ത് ഒരു ലെപ്പേർഡിനെ പോലെയുള്ള രോമങ്ങൾ വളർത്തുന്നു. ആ രൂപത്തിൽ ധീരനായ, ശൗര്യമുള്ള, ധൈര്യമുള്ള ഒരു പടയാളിയായി നാലാമത് വേഷം കെട്ടുന്നു. Jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouths. He is proud of his honor. തൻ്റെ സ്ഥാനത്തിലും യുവത്വത്തിലും ധീരതയിലും അദ്ദേഹം എപ്പോഴും അഭിമാനം കൊള്ളുന്നു. അദ്ദേഹം എപ്പോഴും പ്രൗഡായിരിക്കും. And is always ready to fight quickly and bravely. ധീരതയോടെ പൊടുന്നനെ ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ അദ്ദേഹം എപ്പോഴും റെഡിയായിരിക്കും. He risks his life for short-lived fame even in front of an enemy's weapons. തൻ്റെ ആരോഗ്യത്തിൽ, ചോരത്തിളപ്പിൽ, ആ യുവത്വത്തിൽ നശ്വരമായ പ്രശസ്തിക്ക് വേണ്ടി പോലും ശത്രുവിൻ്റെ ആയുധങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിച്ചാടിക്കൊണ്ട് തൻ്റെ ജീവിതം റിസ്ക് എടുക്കാൻ, ചിലപ്പോഴൊക്കെ അപകടപ്പെടുത്താൻ, നശ്വരമായ പ്രശസ്തിക്ക് വേണ്ടി കൂടുതൽ ചിന്തിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന ചോരത്തിളപ്പിൻ്റെയും യുവത്വത്തിൻ്റെയും ധീരതയുടെയും ഒക്കെ കാലമായിരിക്കും അത്. ഇതാണ് നാലാമത്തെ ഘട്ടം. സൈ ഹിയർ മീൻസ് ബ്രീത്ത് ഔട്ട് സാഡലി, വിഷമത്തോടെ, ദുഃഖത്തോടെ നെടുവീർപ്പിടുക. ഫേർണസ്, എ ഹീറ്റിംഗ് ഓർ മെൽറ്റിംഗ് ഡിവൈസ്, വ്യവസായശാലകളിലൊക്കെ വസ്തുക്കൾ ഉരുക്കാനോ ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ചൂള എന്ന് പറയുന്നത് ഹോട്ട് അവൻ. വൂഫുള്ളി, സാഡലി, ദുഃഖത്തോടെ. ബാലഡ് ഹിയർ മീൻസ് സോങ്. ഓത്സ്, പ്ലജ് ഓർ പ്രോമിസ്. പാച്ച്, leopard. And then the justice. Then he becomes a more matured and wise man or a judge.
എടുത്തുചാട്ടക്കാരനായിരുന്ന യുവാവിൽ നിന്നും മാറി ഒരു ജഡ്ജിനെ പോലെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന മെച്ചോർഡ് ആയിട്ടുള്ള പക്വതയാർന്ന ഒരു മനുഷ്യനായി 5-ാം ഘട്ടത്തിൽ അയാൾ മാറുന്നു. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പൻ ലൈൻഡ് with eyes severe and beard of formal cut. He has a fat belly eating too much fat and chicken. He has serious eyes and neatly cut beard. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ധാരാളം കൊഴുപ്പുള്ള ചിക്കൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കുടവയറുള്ള ഒരവസ്ഥയിലായിരിക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഗൗരവം തുളുമ്പും വളരെ ഫോമലായി വളരെ നീറ്റായി വെട്ടിയൊതുക്കിയ താടി രോമങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരാളിൽ കാണപ്പെടുന്നത്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട് വെൻ ഹി ടോക്സ്. ഈ ഒരു 5-ാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ പ്രായത്തിലുള്ള ഒരു വ്യക്തി അയാൾ സംസാരിക്കുമ്പോൾ ഹി യൂസസ് വൈസ് പ്രോവേർബ്സ് ആൻഡ് എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ്. വളരെ ബുദ്ധിപരമായ ആപ്തവാക്യങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. മാത്രമല്ല ജീവിതാനുഭവങ്ങളിൽ നിന്നും നിത്യേനയുള്ള ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളൊക്കെ സഹിതം വളരെ ബുദ്ധിപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഈ 5-ാം ഘട്ടം. ആൻഡ് ദിസ് ഈസ് ഹൗ ഹി ആക്ട്സ് ഹിസ് റോൾ. ഈ രീതിയിലായിരിക്കും ഈ 5th സ്റ്റേജിലെത്തിയിരിക്കുന്ന പ്രായവും പക്വതയുമുള്ള ഒരു വ്യക്തിയുടെ റോൾ അയാൾ അഭിനയിക്കുന്നത്. ജസ്റ്റിസ് ഹിയർ മീൻസ് വൈസ് മാൻ ഓർ ജഡ്ജ്. വളരെ ബുദ്ധിപരമായി സംസാരിക്കുന്ന പക്വതയാർന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് ജസ്റ്റിസ് ഉപയോഗിച്ചിരിക്കുന്നത്. കേപ്പൺ മീൻസ് കാസ്ട്രേറ്റർ ആൻഡ് ഫാറ്റ് ആൻഡ് ചിക്കൻ. പ്രത്യുൽപാദനമൊക്കെ തടഞ്ഞ കൊഴുപ്പോടുകൂടി വളർത്തിയെടുക്കുന്ന ചിക്കൻ. സോ ഹിയർ മീൻസ് സെയിങ്, പ്രോവേർബ് ഓർ മാക്സിം. പഴഞ്ചൊല്ലുകൾ, ആപ്തവാക്യങ്ങൾ. ഇൻസ്റ്റൻസസ്, എക്സാമ്പിൾസ്. The 6th stage shifts into the lean and slippered pantaloon. In the 6th stage, he becomes like a thin old buffoon or joker wearing slippers and pantaloon. പാൻറ്റലൂൺ എന്ന പദത്തിന് 2 അർത്ഥമുണ്ട്. സർക്കസിലെയോ നാടകത്തിലെയോ ജോക്കർ, കൊമേഡിയൻ, കോമാളി. മറ്റൊന്ന് ഇത്തരം കൊമേഡിയൻ ഓർ കോമാളികൾ ധരിക്കുന്ന വേഷം, പ്രത്യേകിച്ച് നീളം കുറഞ്ഞ വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള പാൻസ്. ഏതായാലും 6-ാം ഘട്ടത്തിൽ ഇയാൾ വളരെ മെലിഞ്ഞ ഒരു കൊമേഡിയനെ പോലെ, ഒരു പാൻറ്റലൂൺ പോലെ ആകുന്നു. ചെരുപ്പ് ധരിച്ച് ആവശ്യത്തിന് വലുപ്പമില്ലാത്ത, പാകമില്ലാത്ത, വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയ പാൻറ്റലൂൺ, ആ കോമാളി വേഷമൊക്കെ ധരിച്ച ഒരു പാൻറ്റലൂൺ ഒരു ജോക്കറെ പോലെയായി 6-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. With spectacles on nose and pouch on side, he keeps his glasses on nose and looks over them. മൂക്കിന്റെ തുമ്പിലേക്ക് കണ്ണട വെച്ച് ആ ഗ്ലാസുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ നോക്കുന്ന ഒരു പ്രായത്തിലേക്ക്, ഒരു രീതിയിലേക്ക് മാറുന്നു. ആൻഡ് ഹി കീപ്സ് എ പൗച്ച് ഓൺ ഹിസ് വേസ്റ്റ്. തൻ്റെ അരയിൽ ഒരു പൗച്ച്, ഒരു ബാഗൊക്കെ തൂക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. His youthful horse, well saved, a word too wide. His tight pants from youth. യുവാവായിരിക്കുമ്പോൾ വളരെ ടൈറ്റായിട്ട് ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പാൻസൊക്കെ ഇപ്പോൾ ആർ നൗ ടു ലൂസ്, വളരെ ലൂസായിരിക്കുന്നു, അയഞ്ഞിരിക്കുന്നു. For his shrunk and his big manly voice turning again toward childish trouble, pipes and whistles in his sound. His legs have become thin, shrink, വളരെ മെലിഞ്ഞ കാലുകളായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ. ആൻഡ് സ്ട്രോങ് മാൻലി വോയിസ്, ഒരു യുവാവായിരിക്കുമ്പോൾ വളരെ ഗൗരവമുള്ള, വളരെ ഗാഢമായ, പരുക്കനായ, ശക്തമായ ആ ശബ്ദമൊക്കെ ഹാസ് ടേൺഡ് ലൈക്ക് എ ചൈൽഡ്സ് സോഫ്റ്റ് സൗണ്ട്. വീണ്ടും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ, ഒരു ചെറിയ കുട്ടിയുടെ നേർത്ത, വളരെ ദുർബലമായ ശബ്ദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഹിസ് വോയിസ് നൗ സൗണ്ട്സ് വീക്ക് ആൻഡ് വിസിലിംഗ്. ഈ ഒരു ഘട്ടത്തിൽ അയാളുടെ ശബ്ദം ഇപ്പോൾ വളരെ ദുർബലമാണ്. അതോടൊപ്പം സംസാരിക്കുമ്പോഴൊക്കെ വിസിൽ ശബ്ദം, ഒരു ശ്വാസതടസ്സമുള്ള പോലെ വിസിൽ മുഴങ്ങുന്ന രൂപത്തിലൊക്കെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. വളരെ പ്രായാധിക്യത്തിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം. പാൻറ്റലൂൺ മീൻസ് എ ജോക്കർ ഓർ എ കൊമേഡിയൻ. It also means tight-fitting trousers or pants worn by a joker.
ഒരു കൊമേഡിയൻ, കോമാളി എന്നർത്ഥത്തിലാണ് പാൻറ്റലോൺ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം കൊമേഡിയൻസ് ധരിക്കുന്ന വേഷം, പ്രത്യേകിച്ച് ടൈറ്റ് ഫിറ്റിംഗ് പാൻസ്. ഹോസ് ഹിയർ മീൻസ് ടൈറ്റ് ഫിറ്റിംഗ് പാൻസ് ഓർ സ്റ്റോക്കിങ്സ്. ഷ്രങ്ക് ഷാങ്ക്, തിൻ ലെഗ്സ്, മെലിഞ്ഞ കാലുകൾ. ഷാങ്ക് എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് ദ ലെഗ് ബിറ്റ്വീൻ ദ നീ ആൻഡ് ദി ആങ്കിൾ. ആങ്കിൾ നമ്മുടെ കാലിൻ്റെ ആങ്കിൾ ഭാഗത്തിൻ്റെയും ആൻഡ് നീ കാൽമുട്ടിൻ്റെയും ഇടയിലുള്ള കണങ്കാൽ എന്ന് പറയുന്ന ഭാഗത്തിനാണ് ഷാങ്ക് എന്ന് ഉപയോഗിക്കുന്നത്. ഷ്രങ്ക് എന്നുള്ളത് ഷ്രിങ്ക് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഒതുങ്ങിയ, മെലിഞ്ഞ, ചുരുങ്ങിയ എന്നൊക്കെ അർത്ഥത്തിൽ. ഷ്രങ്ക് ഷാങ്ക് മീൻസ് തിൻ ലെഗ്സ്, മെലിഞ്ഞ കാലുകൾ. ട്രബിൾ, high pitched voice. Here it means a child's soft voice without depth and strength. ഒരു കുട്ടിയുടേത് പോലുള്ള ഗാംഭീര്യമില്ലാത്ത, ശക്തിയില്ലാത്ത ശബ്ദം. പൈപ്സ്, സ്പീക്സ് ഇൻ എ സോഫ്റ്റ് വോയിസ്. വളരെ സോഫ്റ്റായ ശബ്ദത്തിൽ സംസാരിക്കുക എന്നർത്ഥത്തിലാണ് പൈപ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ that ends this strange eventful history. Then he acts the last role in life that marks the end of his eventful and active life. പിന്നീട് അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന റോൾ അഭിനയിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇവൻറ്റ്ഫുൾ ആൻഡ് ആക്റ്റീവ് ലൈഫ്, സംഭവബഹുലമായ ആക്റ്റീവായ ജീവിതത്തിൻ്റെ അന്ത്യവും കുറിക്കുന്നു. ഈ ലാസ്റ്റ് റോൾ ഈസ് ദ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലീവിയൻ. ദിസ് ഫൈനൽ റോൾ ഈസ് ലൈക്ക് എ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ഓർ ഇൻഫൻസി when he acts like a baby again in a state of forgetting everything. ഈ അവസാന റോൾ എന്നുള്ളത് ഒരു രണ്ടാം ചൈൽഡിഷ്നെസ് ആണ്. ജീവിതത്തിൽ വീണ്ടും ഒരു കുട്ടിക്കാലം വരുന്നത് പോലെ, ഒരു ഇൻഫൻസി, പിറന്നു വീഴുന്ന അവസ്ഥയിലേക്കുള്ള ഒരു തിരിച്ചു പോക്കാണിത്. അവിടെ മറവികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒബ്ലീവിയൻ, ഒന്നും ഓർമ്മിക്കാൻ കഴിയാത്ത, ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത, വെറും ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് എവരിത്തിങ്, എല്ലാം മറന്നു പോകുന്ന ഒരു രണ്ടാം കുട്ടിക്കാലം എന്നൊരവസ്ഥയിലേക്കാണ് ഈ അവസാന റോളിൽ എത്തിപ്പെടുന്നത്. സാൻസ് ടീത്ത്സ്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവരിതിങ്. ഈ രണ്ടാം കുട്ടിക്കാലത്ത് കുട്ടികളെപ്പോലെ തന്നെ ഓൾസോ ഇൻ ദ സ്റ്റേജ് ഹീ ഈസ് വിതൗട്ട് ടീത്ത്സ്. പല്ലുകളെല്ലാം കൊഴിഞ്ഞ് പല്ലില്ലാത്ത ഒരവസ്ഥയിലാകും. ഐസൈറ്റ്, കണ്ണിൻ്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട് കണ്ണില്ലാത്ത പോലെയാകും. ടേസ്റ്റ്, ഭക്ഷണത്തോടുള്ള താല്പര്യവും ടേസ്റ്റും എല്ലാം ഇല്ലാതെയാകും. ആൻഡ് ലൂസിങ് ഓൾ ഫിസിക്കൽ സ്ട്രെങ്ത്സ്, സാൻസ് എവരിതിങ്, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ശാരീരികമായ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും ഈ അവസാന സ്റ്റേജ്. അങ്ങനെ മരണം പ്രാപിക്കുന്നു. ഈ നാടകവും അവസാനിക്കുന്നു. സെക്കൻഡ് ചൈൽഡിഷ്നെസ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ബിക്കമിങ് ലൈക്ക് എ ചൈൽഡ് അഗൻ, വീണ്ടും ഒരു കുട്ടിയാകുന്ന അവസ്ഥ. ഒബ്ലീവിയൻ, ലാക്ക് ഓഫ് മെമ്മറി, ഫോർഗറ്റ്ഫുൾനെസ്, ഓർമ്മകൾ നഷ്ടമാകുന്ന മറവിയുടെ അവസ്ഥ. സാൻസ്, വിതൗട്ട്, കൂടാതെ, ഇല്ലാതെ. ഇത്രയുമാണ് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന മോണലോഗ് സ്പീച്ചിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. ഇനി ഈ മോണലോഗിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നമ്പർ 1, മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നാണെന്ന് പറയുന്ന രൂപത്തിലുള്ള രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. വേൾഡും സ്റ്റേജും കമ്പയർ ചെയ്തിരിക്കുന്നു, വേൾഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലെയേഴ്സ്. എല്ലാ സ്ത്രീ പുരുഷന്മാരും, മെൻ ആൻഡ് വിമൻ, ഇവർ പ്ലെയേഴ്സ് ഓർ ആക്ടേഴ്സ്, നടീനടന്മാരാണ് എന്ന രൂപത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നു. നമ്പർ 2, സിംബലിസം. യൂസിങ് ആൻ ഒബ്ജക്റ്റ്, ആക്ഷൻ ഓർ വേർഡ് to represent a deeper meaning or idea. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു ആശയം, ഇത് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആന്തരികമായ അർത്ഥം അല്ലെങ്കിൽ ഒരു ആശയത്തെ ഉദ്ദേശിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് സൂചന നൽകുന്ന സൂചകങ്ങൾ, സിംബൽസ്. അങ്ങനെയുള്ള സിംബൽസ് ഉപയോഗിക്കുന്നതാണ് സിംബലിസം. ഫോർ എക്സാമ്പിൾ, the symbols entrances and exits represent birth and death. Entrances, സ്റ്റേജിലേക്കുള്ള പ്രവേശനം, ആൻഡ് എക്സിറ്റ്സ്, സ്റ്റേജ് വിട്ടു പോകുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അഥവാ ആ മനുഷ്യൻ്റെ ബർത്ത്, ജനനവും ഈ ഭൂമി വിട്ട്
അയാൾ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റേജ് വിട്ട് ആക്ടർ പോകുന്നത് ഡെത്തും. അപ്പോൾ എൻട്രൻസസ്, എക്സിറ്റ്സ് എന്നീ പദങ്ങൾ കൊണ്ട് ബേർത്ത്, ഡെത്ത്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സിംബലിസത്തിൻ്റെ ഉദാഹരണമാണ്. ദെൻ എക്സ്റ്റെൻഡഡ് മെറ്റഫർ. എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിറ്റററി പീസിൽ എ ലോങ് ഓർ കണ്ടിന്യൂഡ് മെറ്റഫോറിക്കൽ കമ്പാരിസൺ ത്രൂ ഔട്ട് എ ലിറ്റററി പീസ്. ഒരു സാഹിത്യ വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന മെറ്റഫർ, പക്ഷേ അതൊരു കവിതയാണെങ്കിൽ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ, ഒരു സ്പീച്ച് ആണെങ്കിൽ ആ സ്പീച്ചിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിലനിർത്തി പോരുന്ന ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ ആണ് എക്സ്റ്റെൻഡഡ് മെറ്റഫർ. ഈ മോണലോഗിൽ ലൈഫ് ഈസ് എ ഡ്രാമ, ലൈഫ് ഈസ് എ പ്ലേ, ജീവിതം ഒരു നാടകമാണ് എന്ന് പറയുന്ന ആ ആശയം ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നു. ദ ലൈഫ് ഓഫ് എ മാൻ ഈസ് കമ്പയർഡ് ടു എ പ്ലേ ആൻഡ് ദ കമ്പാരിസൺ റൺസ് ത്രൂ ഔട്ട് ദ മോണലോഗ്, കമ്പയറിംഗ് 7 സ്റ്റേജസ് ഓഫ് ലൈഫ് ടു 7 ഡിഫറെൻറ്റ് റോൾസ് ആസ് ഇൻ എ പ്ലേ. ഒരു നാടകത്തിലെ വ്യത്യസ്ത റോളുകൾ പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ ഈ മോണലോഗിൽ തുടക്കം തൊട്ട് അവസാനം വരെ ലൈഫ് ഒരു പ്ലേ ഓർ ഡ്രാമ ആണെന്ന കമ്പാരിസണിലൂടെ നിലനിർത്തിയിരിക്കുന്നു. ഇതാണ് എക്സ്റ്റെൻഡഡ് മെറ്റഫർ. ദെൻ സിമിലി, എ കമ്പാരിസൺ ബിറ്റ്വീൻ 2 അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. 2 വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കമ്പാരിസൺ. പോലെ എന്നർത്ഥം വരുന്ന ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ സ്കൂൾ ചൈൽഡ്സ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. സ്കൂൾ വിദ്യാർത്ഥിയുടെ ഒച്ചിൻ്റെ വേഗതയിൽ ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന എന്ന് പറയുമ്പോൾ ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ ചൈൽഡിൻ്റെ ആ സഞ്ചാരത്തെ ഒരു സ്നെയിലിൻ്റെ ക്രീപ്പിങ്ങിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ദ സ്കൂൾ ബോയ് വാക്സ് സ്ലോലി ലൈക്ക് എ സ്നെയിൽ എന്ന രൂപത്തിൽ. ദെൻ സൈങ് ലൈക്ക് ഫേണസ്. ഒരു ഫേണസ് പോലെ ചുടു നിശ്വാസം പുറത്തുവിടുന്നു, ചുടുവായി പുറത്തുവിടുന്നു എന്ന് പറയുമ്പോൾ ആ ലവറുടെ സൈങ്, നെടുവീർപ്പ്, ഒരു ഫേർണസ് പോലെ എന്ന രൂപത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നു. ദ ലവർ സൈസ് ഡീപ്ലി ലൈക്ക് എ ഹോട്ട് ഫേർണസ്. ഈ രൂപത്തിലൊക്കെ കമ്പാരിസൺ തീർത്തിരിക്കുന്നത് ലൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സിമിലിയുടെ ഉദാഹരണങ്ങളാണ് ഇവ. ദെൻ ആലിറ്ററേഷൻ, റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം ബിഗിനിങ് കോൺസണന്റ് സൗണ്ട് ഇൻ നിയർ ബൈ വേർഡ്സ്. തുടരെ വരുന്ന വാക്കുകളുടെ ബിഗിനിങ്ങിലുള്ള കോൺസണന്റ് സൗണ്ടുകളുടെ റെപ്പറ്റീഷൻ, ആവർത്തനം. ധാരാളം ഉദാഹരണം ഈ മോണലോഗിലുണ്ട്. ഷ്രങ്, ഷാങ്ക്, ഇവിടെ ഷ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. പ്ലേസ് ഇസ് പാർട്ട്, ദ റെപ്പറ്റീഷൻ ഓഫ് ദ പ് സൗണ്ട്. ദേ ഹാവ് ദയർ എക്സിറ്റ്സ് ആൻഡ് ദയർ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ദ റെപ്പറ്റീഷൻ ഓഫ് ദ സൗണ്ട്. വിത്ത് എ വൂഫുൾ ബാലറ്റ്, ദ റെപ്പറ്റീഷൻ ഓഫ് ദ വ് സൗണ്ട്. ക്യുക്ക് ഇൻ കോറൽ, the repetition of k sound. Well saved, a world too wide, the repetition of w sound. Turning again toward childish trouble, the repetition of the t sound. ഇതെല്ലാം തന്നെ alliterationന്റെ ഉദാഹരണങ്ങളാണ്. Number 6, assonance, repetition of vowel sounds in nearby words. തുടരെ വരുന്ന വാക്കുകളിൽ, അടുത്തടുത്ത് വരുന്ന വാക്കുകളിൽ ഒരേപോലെ ആവർത്തിക്കപ്പെടുന്ന vowel sounds. Mewling and puking, the repetition of the vowel sound u, long u sound ഈ 2 വാക്കുകളിലും ഒരേപോലെ ആവർത്തിക്കുന്നു. Shining, morning face, creeping, the repetition of the vowel sound e. Shining, morning, creeping, ഇതിലൊക്കെ ഒരേപോലെയുള്ള ഈ സൗണ്ടുകൾ ആവർത്തിക്കപ്പെടുന്നു. Number 7, repetition, using the same word or phrase more than once for emphasis or effect. പറയുന്ന ആശയത്തിൻ്റെ ഗൗരവം പ്രകടമാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഇഫക്റ്റ് ഓർ എംഫസിസ് കാണിക്കുന്നതിന് വേണ്ടി ഒരുപോലെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ് റെപ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ, സാൻസ് ടീത്ത്സ്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവരിതിങ്. ഈ വരിയിൽ the word sans is repeated for emphasis. കൂടാതെ, ഇല്ലാതെ എന്നർത്ഥം കിട്ടാൻ, അതിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാൻസ് എന്ന പദം പലവട്ടം ആവർത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ദെൻ, യൂസ്ഡ് സെവറൽ ടൈംസ്, പല പ്രാവശ്യം ആൻഡ് ദെൻ എന്ന ഫ്രേസും ഉപയോഗിച്ച് കാണാം. ദ ഫ്രേസ് ആൻഡ് ദെൻ ഈസ് റിപ്പീറ്റഡ് ടു ഷോ ദ സീക്വൻസ് ഓഫ് ലൈഫ് സ്റ്റേജസ്. ഒരാളുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്ന് എന്നുള്ള ആ സീക്വൻസ്, അതിൻ്റെ തുടർച്ചയെ
പ്രാധാന്യത്തോടു കൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൻഡ് ദെൻ എന്ന ഫ്രേസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും റെപ്പറ്റീഷന്റെ മനോഹരമായ ഉദാഹരണമാണ്. നമ്പർ 8, വിഷ്വൽ ഇമേജ് അപ്പീൽസ് ടു സൈറ്റ്. നമ്മുടെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട ഭാവനയുടെ ചിത്രങ്ങൾ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ. ക്രിയേറ്റ്സ് എ പിക്ചർ ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. വാക്കുകൾ, വരികൾ വായിക്കുമ്പോൾ അതിൽ പറയുന്ന ആ ചിത്രം വായനക്കാരന്റെ മനോമുകുരത്തിൽ തെളിയുന്നു. ഫോർ എക്സാമ്പിൾ, വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. ഈ വരി വായിക്കുമ്പോൾ വി കൻ പിക്ചർ ദി ഓൾഡ് മാൻ വിത്ത് ഗ്ലാസസ് ആൻഡ് എ പൗച്ച്. മൂക്കിൻ തുമ്പിൽ കണ്ണട വെച്ച, അരയിൽ പൗച്ച് തൂക്കിയ ഒരു വൃദ്ധനായ മനുഷ്യന്റെ രൂപം നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്നു. ഷൈനിങ് മോർണിംഗ് ഫേസ്. ഈ വരികൾ വായിക്കുമ്പോൾ വി ക്യാൻ ഇമാജിൻ ദ ബ്രൈറ്റ് ഫ്രഷ് ഫേസ് ഓഫ് എ സ്കൂൾ ബോയ്. ഒരു കൊച്ചുകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്കൂൾ ബോയുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, പുലർച്ചെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മുഖം നമ്മുടെ മനസ്സിൽ ചിത്രമായി തെളിയുന്നു. Then the soldier, bearer like the part, creates the image of a brave soldier. ഈ വരികൾ വായിക്കുമ്പോൾ ധീരനായ ഒരു സോൾജർ, ഒരു ലെപ്പേർഡ് പോലെ ശൗര്യമുള്ള മുഖത്തോടു കൂടിയ ഒരു സോൾജറുടെ ചിത്രം നമുക്ക് കാണാവുന്നതാണ്. The justice with round belly and bear a formal cut. കുടവയറുള്ള ഫോമൽ കട്ട്, വളരെ ഭംഗിയായി വെട്ടിയൊതുക്കിയ തടിയോടി കൂടിയുള്ള ഒരു ജസ്റ്റിസ്, അതല്ലെങ്കിൽ ഒരു വൈസ് മാൻ എന്ന് പറയുമ്പോൾ വി ക്യാൻ സീ എ ഫാറ്റ് സീരിയസ്ലി ലുക്കിംഗ് ജഡ്ജ് വിത്ത് നീറ്റ്ലി കട്ട് ബിയർഡ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ രൂപം നമ്മുടെ ഭാവനയുടെ കണ്ണുകളിൽ ചിത്രമായി തെളിയുന്നു. ദെൻ ഓഡിറ്ററി ഇമേജ് അപ്പീൽസ് ടു ഹിയറിംഗ്. നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് നാം വായിക്കുമ്പോൾ ശബ്ദമായി നമുക്ക് കേൾക്കുന്ന ഓഡിറ്ററി ഇമേജുകൾ. ഫോർ എക്സാമ്പിൾ, മ്യൂയിങ് ഓഫ് ദി ഇൻഫൻറ്റ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ മ്യൂയിങ്, അതിന്റെ കരച്ചിൽ എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ വി ക്യാൻ ഹിയർ എ ബേബി ക്രൈങ്. സൈങ് ലൈക്ക് ഫേർണസ്. ഇത് പറയുമ്പോൾ ഒരു ഫേർണസ് പോലെ സൈ, നെടുവീർപ്പെടുന്നു എന്ന് പറയുന്ന ആ ഭാഗം വായിക്കുമ്പോൾ വി ക്യാൻ ഹിയർ ഡീപ് സൈ ഓഫ് എ ലവർ. ഒരു കാമുകന്റെ നെടുവീർപ്പിന്റെ ശബ്ദം നമുക്കും കേൾക്കാം. ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗൈൻ ടുവാർഡ് ചൈൽഡിഷ് ട്രബിൾ, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. ഈ വരികൾ വായിക്കുമ്പോൾ വി ക്യാൻ ഹിയർ ദ ഡീപ് സ്ട്രോങ് ലൗഡ് വോയിസ് ഓഫ് എ മാൻ. ഒരു ആരോഗ്യവാനായ മനുഷ്യന്റെ ഗഹനമായ ശക്തമായ സൗണ്ട് അതിപ്പോൾ മാറുന്നു, വഴിമാറുന്നു. നൗ ബിക്കമിങ് സോഫ്റ്റ് ആൻഡ് വീക്ക് വോയിസ് ഓഫ് ആൻ ഓൾഡ് മാൻ. ഒരു വൃദ്ധന്റെ വളരെ ദുർബലമായ ഒരു ശബ്ദമായിട്ട് മാറുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ശബ്ദവും, ഒരു യുവാവിന്റെ ഗഹനമായ വളരെ ശക്തമായ ശബ്ദവും ഒരു വൃദ്ധന്റെ വളരെ ദുർബലമായ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ആ വൃദ്ധന്റെ ശബ്ദം ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ശബ്ദം പോലെ വളരെ ദുർബലമായിരിക്കുന്നു. Then number 10, personification, giving human qualities to non-human things or abstract ideas. നമുക്ക് കാണാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത വളരെ അമൂർത്തമായിട്ടുള്ള ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾക്ക്, അതല്ലെങ്കിൽ ജീവനില്ലാത്ത മനുഷ്യനല്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഗുണങ്ങൾ സങ്കല്പിച്ച് പറയുന്ന രീതിയാണ് പേഴ്സണിഫിക്കേഷൻ. Though there are no clear and direct examples of personification. ഈ മോണലോഗിൽ വളരെ പ്രകടമായിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ഒന്നും ഇല്ല എങ്കിലും we can see indirect and mild use of personification. വളരെ ദുർബലമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കാനൻസ് മൗത്ത്സ്. ഈ വരികളിൽ ഹിയർ റെപ്യൂട്ടേഷൻ ഈസ് തോട്ട് ഓഫ് ആസ് സംതിങ് ദാറ്റ് ഹാസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. ഇവിടെ റെപ്യൂട്ടേഷൻ എന്ന ആ സങ്കല്പത്തിന് ജീവനുള്ള പോലെ സങ്കല്പിച്ചു പറയുന്നു. ഇറ്റ് ഹാസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. അല്പായുസ് മാത്രമുള്ള, അല്പകാലം മാത്രം ജീവിച്ചിരിക്കുന്ന എന്തോ ഒരു വസ്തുവാണ്, ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് റെപ്യൂട്ടേഷനെ കാണുന്നത്. ഇത് പേഴ്സോണിഫിക്കേഷൻ്റെ ഒരു ഉദാഹരണമായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ് ദ കാനൻ ഹാസ് എ മൗത്ത്സ്. കാനൻ എന്ന ആ വെപ്പണ്, മൗത്ത്സ്, മനുഷ്യരെ പോലെ വായ് ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പവും പേഴ്സോണിഫിക്കേഷൻ്റെ ഉദാഹരണമായി കാണാവുന്നതാണ്. ഇത്രയുമാണ് ദ 5 ഏജസ് ഓഫ് മാൻ എന്ന ലെസന്റെയും ഈ ലെസണിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ്, അവയുടെ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും.
ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ലെസൺ ശരിയാം വിധം മനസ്സിലാക്കാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.